സോ ഹായ് എവരിവൺ, ഇറ്റ്സ് മീ സുബാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. കാരണം പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത്. കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വീട്ടിലൊക്കെ പോയി ചെന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ഇൻട്രോ എടുക്കാം. അതാണ് ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഇൻട്രോ. അപ്പോൾ ഈ ഇൻട്രോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഒരു കോണ്ടന്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി പറയുകയാണെങ്കിൽ സീക്രട്ട് സാന്റ. സീക്രട്ട് സാന്റ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. നമ്മളെല്ലാവരും ഓരോ ആൾക്കാർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോ അതാണ് സീക്രട്ട് സാന്റ പൊതുവെ. അപ്പോൾ എല്ലാ കമ്പനീസിലും പൊതുവെ എല്ലായിടത്തും ഈ സീക്രട്ട് സാന്റ പരിപാടി ഉള്ളതാണ്. അപ്പോൾ എൻ്റെ കമ്പനി നടന്ന ഒരു സീക്രട്ട് സാന്റ പരിപാടി ഞാൻ ചെറുതായിട്ടൊന്ന് ഡോക്യുമെന്റ് ഒക്കെ ചെയ്ത് വ്ളോഗ് ചെയ്യാനുള്ള രീതിക്ക് ഞാൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻട്രോയിൽ കിടന്ന് മുഷ് ചെയ്യാതെ നമുക്ക് എല്ലാവരും കൂടെ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക വീഡിയോയിലേക്ക് എത്താം. സോ അങ്ങനെ എൻ്റെ ഇൻട്രോ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഞാൻ ഓടിക്കയറി വരുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എല്ലാവരും ഓടിക്കയറി മീറ്റിംഗ് റൂമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാനും അധികം വെയിറ്റ് ഒന്നും ചെയ്യാതെ ഇവരുടെ കൂടെ തന്നെ ഞാനും ഈ കാണുന്ന മീറ്റിംഗ് റൂമിലേക്ക് ഞാനും കയറി. സോ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ സീക്രട്ട് സാന്റ പരിപാടി നടക്കുന്നത്. അപ്പോൾ എപ്രാവശ്യത്തെയും പോലെ ജസ്റ്റ് ഒരാളുടെ പേര് വിളിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ചും കൂടെ ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരാളുടെ ആക്ഷനോ അല്ലെങ്കിൽ ഒരാളെ കുറച്ച് എന്തെങ്കിലും ക്ലൂ കൊടുത്തിട്ടായിരിക്കും ഇപ്രാവശ്യം നമ്മൾ സീക്രട്ട് സാന്റയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ അതെന്തായെന്നറിയാൻ നമുക്ക് വീഡിയോ കാണാം. Till our bay. What? Someone who sings from that Sings. class. Yeah. She's singing a song. ഓക്കെ, എൻ്റെ ഫ്രണ്ട് TCBയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാം. അതിനെക്കാട്ടി തലതൊട്ടപ്പൻ. TCBയുടെ ഏറ്റവും മുതിർന്ന മീൻസ് എക്സ്പീരിയൻസോടെ TCB തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്ന ശ്രീ കൊടുത്ത ഈ കൃഷ്ണചേട്ടനാണ് എനിക്ക് ആക്ച്വലി ഈ കാണുന്ന ഗിഫ്റ്റ് തന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. ഈ റെഡ് ടീഷർട്ട് ഇട്ട് നടന്ന് ഈ സൈഡിൽ കൂടെ വരുന്ന പുള്ളിക്കാണ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തത്. നടന്ന് കാണിക്കുക, ആരാ നിങ്ങൾ പറയുന്നത്? തെറ്റിയാ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ വേറെ ക്ലൂ തരാം. ഓക്കെ, എന്റെ ഫ്രണ്ട് നമ്മുടെ TCBയുടെ കൺവീൻസിംഗ് സ്റ്റാർ. എന്റെ ഫ്രണ്ട് ഒരു ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. സ്പോർട്സ് എന്തെങ്കിലും ആ ടൈം വരെ ഫ്രോഡ് ക്യാച്ച് ചെയ്യാന്നുള്ളൊരു മൈൻഡ് മാത്രമുള്ള ഒരാളാണ്. എന്റെ ലാസ്റ്റ് വട്ടത്തെ ഫ്രണ്ടും ആള് തന്നെയായിരുന്നു. എന്റെ ഫ്രണ്ട് എന്ന് വെച്ചാല് എല്ലാ ബേയിലും പോയി വെള്ളം കുടിക്കുന്ന ഒരാളാണ്. ആളുടെ പേര് പണ്ടത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അതെ, അകത്ത് മറ്റേ കാട് പോകും. വീട്ടിൽ പോകണം.
സബിനായിക്കാണ്. ചേച്ചി സബിനായിക്കാണ്. അവള് മോസ്റ്റ്ലി എല്ലാ ഇവന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഷീസ് ഫ്രം കൺട്രോൾ ടെസ്റ്റിംഗ് ടീം. അങ്ങനെ സീക്രട്ട് സാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവരുടെ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞാനും എൻ്റെ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് തന്ന ഗിഫ്റ്റ്. ഒരു ഷൂസായിരുന്നു. ഈ തേടിവള്ളി കാലെ ചുറ്റി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂവെങ്കിലും ആദ്യമായിട്ട് എനിക്കതിൽ വിശ്വാസം വരുന്നത്. കാരണം എനിക്ക് ഷൂസ് ആക്ച്വലി വേണമായിരുന്നു. അങ്ങനെ ആ ഷൂസ് കിട്ടിയ സന്തോഷത്തിലൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാം, ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ടീം മൊത്തത്തിൽ ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നമ്മളെല്ലാവരും ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെയാണ് ഗ്യാദർ ചെയ്തത്. നമുക്കൊരു ടീം ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഗ്യാദറൊക്കെ ചെയ്തു. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞേ നമ്മുടെ ഗൈഡോസ് എംപ്ലോയീസിന് വേണ്ടി ഇവിടെ ഒരു പ്ലം കേക്ക് എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനും രഞ്ജിത്തും കാവ്യയും നമ്മൾ 3 പേരുമായിട്ടാണ് ഈ കാണുന്ന പ്ലം കേക്ക് കളക്ട് ചെയ്യാൻ പോയത്. അങ്ങനെ പ്ലം കേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. കാരണം ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എന്തോ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ടൊന്നും കഴിക്കാതെ നേരെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ് നടന്നെല്ലാവരും കൂടെ. അപ്പോൾ ഇതാട്ടോ ആ ഫുഡ് കോർട്ട്. സോ ദിസ് ഇസ് ടെക്നോ ബൈറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്നാണ് വല്ലപ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫ്രൈഡേയ്സൊക്കെ നമ്മൾ എല്ലാവരും ഗ്യാങ്ങൊക്കെ നമ്മുടെ ബോയ്സ് ഗ്യാങ്ങൊക്കെ ആയിട്ട് വന്നൊക്കെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയി നമുക്ക് എന്താ പറയുക സീറ്റൊക്കെ കിട്ടി. അപ്പോൾ സീറ്റ് കിട്ടിയത് നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടുന്നു. പക്ഷേ ഫുഡിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി. കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറേ നേരമായിട്ടും ഫുഡ് വന്നിട്ടില്ല. ഇത് ഇപ്പോഴാണ് വരുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്ത് ഫുഡ് എല്ലാവർക്കും കൈ കിട്ടാൻ. അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിന് പകരം എല്ലാവരും കൂടെ ഫുഡ് എടുത്തങ്ങ് വിഴുങ്ങുകയാണ്. കാരണം നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല തിരിച്ച് ഓഫീസിൽ കയറാനുള്ളത്. അങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ഫ്രണ്ടിനുള്ള പാർസലും മേടിച്ചിട്ട് നമ്മൾ നേരെ ലിഫ്റ്റ് കയറുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മൾ 3rd ഫ്ലോറിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ഇനി ഒരു 4:30 ആകുമ്പോഴായിരിക്കും ഈ അടഞ്ഞ ലിഫ്റ്റ് പിന്നെ തുറന്ന് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ 4:30 ആയി. ഞാനും രഞ്ജിത്തും പുറത്തിറങ്ങി. നമ്മളെല്ലാവരും ഏകദേശം ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഒരു ചായക്കടയിൽ പോവുകയാണ്. നമ്മൾ കഴക്കൂട്ടം തന്നെ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി നടന്നു കഴിഞ്ഞാൽ ചായക്കടയിൽ പോകുന്നത് ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. സോ ഇതാണ് മിനി എയ്റ്റ്സ്. അപ്പോൾ ഏകദേശം ദിസ് ഈസ് വേർ വി റാപ്പ് അപ്പ് നമ്മുടെ ഈ വ്ളോഗ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കോണ്ടൻറ്റ് എല്ലാം. അങ്ങനെ നമ്മളിവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.